വഞ്ചകനായിട്ടാണ് ടി.കെ. ഗോവിന്ദൻ മാഷ് മാറിയത്. മാത്രമല്ല UDFന്റെ പിന്തുണ തേടുമെന്ന് പറഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രീയ വഞ്ചനയുമായി തൻ്റെ 10-60 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നെ വളർത്തിയത് എന്ന് തിരിച്ചറിയുമെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ വഞ്ചനയും വർഗവഞ്ചനയും അദ്ദേഹം കാണിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരം ആളുകളെ ജനങ്ങൾ തിരിച്ചറിയും. വർഗവഞ്ചകർക്കെതിരെ ജനങ്ങൾ അണിനിരക്കും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു പങ്കുമില്ല. പാർട്ടി പൊതുവിൽ തീരുമാനിച്ചതാണ്. P.K. ശ്യാമള ടീച്ചർ കഴിഞ്ഞ 10-40 വർഷക്കാലമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കെല്ലാം അറിയത്തക്ക നിലയിലുള്ള പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മട്ടന്നൂർ NSS കോളേജിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയായിരുന്ന P.K. ശ്യാമള അന്ന് SFIയുടെ കൊടിക്കീഴിൽ അവിടെ മത്സരിച്ച് ജയിച്ചു എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അന്ന് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആ കോളേജിൽ സ്വീകരണം നൽകി. അതിന് നേതൃത്വം കൊടുത്ത SFIയുടെ പ്രവർത്തകയാണ്. എന്ന് മാത്രമല്ല, P.K. ശ്യാമള പിന്നീട് DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം, മട്ടന്നൂർ മഹിളാ അസോസിയേഷൻ്റെ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി, K.K. ശൈല ടീച്ചർ സെക്രട്ടറിയായ സമയത്ത് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 85-ൽ മൊറാഴയിൽ ഗോവിന്ദൻ മാഷ് വിവാഹം കഴിച്ച് വന്നതിന് ശേഷം മൊറാഴ വില്ലേജിലെ മഹിളാ നേതാവ്, തളിപ്പറമ്പിലെ മഹിളാ നേതാവ്, ജില്ലാ നേതാവ്, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. മുനിസിപ്പൽ ചെയർമാനായിരിക്കെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ നിരവധി അംഗീകാരം നേടിയെടുക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചയാളാണ്. സ്വരാജ് ട്രോഫി അടക്കം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ 2 വനിതകൾ മത്സരിക്കണം എന്ന ഒരു പൊതുധാരണയുണ്ടായപ്പോൾ, വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള പൊതുധാരണയുണ്ടായപ്പോൾ പേരാവൂരിൽ K.K. ശൈല ടീച്ചറും തളിപ്പറമ്പിൽ P.K. ശ്യാമള ടീച്ചറും മത്സരിക്കണമെന്ന് തീരുമാനിച്ചത്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനമല്ല, പാർട്ടിയുടെ തീരുമാനമാണ്. തീർച്ചയായും ശ്യാമള ടീച്ചർ ജയിക്കുമെന്നായപ്പോൾ UDFന്റെ പിന്തുണയും വാങ്ങി ശ്യാമള ടീച്ചറെയല്ല ഇടതുപക്ഷത്തെയും CPMനെയും പരാജയപ്പെടുത്താമെന്നാണ് T.K. ഗോവിന്ദൻ മാഷ് കരുതുന്നതെങ്കിൽ ജനങ്ങളത് വകവെച്ചു കൊടുക്കില്ല. എല്ലാ കാലത്തും വഞ്ചകരെ തിരിച്ചറിഞ്ഞതാണ് ഈ നാട്. ജില്ലാ സെക്രട്ടറി അംഗം കൂടിയാണ്. എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇനിയും കഴിവും യോഗ്യതയുമുള്ള, ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാപ്തിയുള്ളവർ ഇനിയുമുണ്ട്. എല്ലാവരെയും സ്ഥാനാർത്ഥിയാക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, 5.5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങൾ കേരളത്തിലുണ്ട്. നിയമസഭയിലേക്കാണെങ്കിൽ ഇപ്പോൾ 6 സ്വതന്ത്രന്മാരുൾപ്പെടെ 81 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാർട്ടി. ഇനി 5 സ്വതന്ത്രന്മാരെ കൂടി തീരുമാനിച്ച് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. 75 പേരാണ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നവർ. 10-12 പേർക്ക് മന്ത്രിമാരാകാനും കഴിഞ്ഞേക്കും. പക്ഷേ 5 ലക്ഷത്തിലേറെ വരുന്ന പാർട്ടി മെമ്പർമാർ ഇപ്പോൾ സ്ഥാനാർത്ഥികളായി നിർത്തിയവരെ പോലെ തന്നെ മത്സരിക്കാൻ കഴിവും യോഗ്യതയുമുള്ളവരാണ്. അതിൽ ആരെയെങ്കിലും ഒഴിവാക്കി എന്നതുകൊണ്ട് ആരെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞ് മത്സരിക്കാനുള്ള മോഹം കൊണ്ട് വരികയല്ല വേണ്ടത്. പാർട്ടിയെ ജീവനേക്കാൾ വലുതായി കാണുന്ന 5 ലക്ഷത്തിലേറെ വരുന്ന പാർട്ടി മെമ്പർമാരും അനുഭാവികളും ഇത്തരത്തിലുള്ള വർഗവഞ്ചകരെ തിരിച്ചറിയും. അദ്ദേഹം താൻ മത്സരിക്കുമെന്നും
UDFിൻ്റെ പിന്തുണ തേടുമെന്നുമാണ് പറഞ്ഞത്. അതാണ് രാഷ്ട്രീയ വഞ്ചന. അല്ല, അത് കേവലം ഒരു പ്രവർത്തകൻ മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ സ്ഥാനാർത്ഥി ചർച്ചകളിലടക്കം പങ്കാളിയായതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചു വന്നു. അത് ഒട്ടും പാർട്ടി പരിഗണിച്ചില്ല. മുതിർന്ന നേതാക്കളുമായും ഇക്കാര്യം സംസാരിച്ചു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരു പരിഗണനയും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഞങ്ങളുമായിട്ടല്ല സംസാരിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ആരും തന്നെ പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ ഒരാളും തന്നെ പിന്തുണക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ആ പേര് പറഞ്ഞില്ലല്ലോ. ആ സങ്കടം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് അടക്കമുള്ള പാർട്ടിയുടെ പൊതു തീരുമാനം വന്നാൽ ആ പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ പാടില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞല്ലോ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏറ്റവും പ്രധാനപ്പെട്ട മഹിളാ നേതാവായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായും പാർട്ടി തീരുമാനിച്ചത്. ഭാര്യ എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഭാര്യ എന്ന പദവിയല്ല, ആ ഭാര്യ ഒരു സ്ത്രീ എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിത്വം. അതിന് അദ്ദേഹം തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ സർവ്വതാ യോഗ്യതയായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അതുപോലെ യോഗ്യതയുള്ള ഒരാളാണ് PK ശ്യാമള ടീച്ചർ എന്ന ബോധ്യമാണ് പാർട്ടിക്കുള്ളത്.